എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരായിരം നമസ്കാരം. രാവിലെ ഇവിടെ ഇപ്പോൾ ഒരു 9:30 മണിയായിട്ടുണ്ട്. രാവിലെ ഒരു ഇച്ചിരി ഉപ്പുമാവും പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ കാലമായിരുന്നു ഓസ്ട്രേലിയയിൽ. വലിയൊരു പ്രശ്നം ഇവിടങ്ങളിലില്ല എങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം പപ്പായം ഇപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുമാതിരി എല്ലാം ഈസായിട്ടുണ്ട്, അതായത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിയിലൊക്കെ പോകാം. അപ്പം പപ്പായ അമ്മയൊക്കെ വീടിനകത്തിരുന്ന് കണ്ടമാൻ ബോറടിക്കുമായിരുന്നു. അപ്പം അവരെയും കൊണ്ട് ജസ്റ്റ് വെളിയിലോട്ടൊന്ന് ട്രാവൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അന്ന് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നമ്മുടെ ഇന്ന് വീഡിയോയിൽ പകർത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ഉപ്പുമാവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ നേരത്തെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഡെയിലി ഉപ്പുമായിരുന്നു വീട്ടിൽ. അന്ന് നമുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വല്ലപ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ. അന്നേരം ഇപ്പം ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് വല്ലപ്പോഴേ കഴിക്കുന്നതുകൊണ്ടാണ്. കാരണം രാവിലെ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ വല്ല സീരിയലോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ പപ്പായ അമ്മയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ജിഷയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു വീഡിയോയിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. അങ്ങനെ രാവിലെ പപ്പായ അമ്മയും വരുന്നുണ്ട്. പപ്പായ അമ്മയും നമ്മുടെ അളിയൻ്റെ വീട് തൊട്ടപ്പുറത്ത് കാണുന്ന ആ കാണുന്ന വീടാണ്. അപ്പോൾ അവർ ഇന്നലെ അവിടെ ആയിരുന്നു. അവരിതേ വരുന്ന് പോകാനായിട്ട്. നല്ലൊരു വെതർ അല്ലാപ്പാ, നല്ല കാലാവസ്ഥയാണ്. സൂപ്പർ കാലാവസ്ഥയല്ലേ? രാവിലെ ഉപ്പുമാവ് അടിക്കുന്നു. ഞാൻ ഇച്ചിരി അടിച്ചു. എന്നാ അടിച്ചു രാവിലെ? എന്നാ പിന്നെ പറയല്ലോ, ഞാൻ അവിടെ വരികയല്ലായിരുന്നു. രാവിലെ കട്ടിയായിട്ട് കിടന്നോണ്ട് യാത്ര പോകുമ്പോഴല്ലേ വിശക്കണ്ടല്ലേ, ഒരു മുൻകരുതല്ലേ ഇരിക്കട്ടെ കണ്ടങ്ങ്. മമ്മി കഴിച്ചില്ലല്ലേ? സാധാരണ കഴിക്കുന്ന ഒരെണ്ണം കൂടുതൽ കഴിച്ചല്ലേ? ഞാൻ പറഞ്ഞു ശരിയും മുൻകരുതൽ എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ, എല്ലാം പോയല്ലോ. ഓക്കെ നിശ കയറി റെഡിയാടി. എന്നാ കയറേ എല്ലാരും കയറിക്കോ. നമ്മുടെ തൊമ്മച്ചനും ഉണ്ട് നമ്മുടെ കൂടെ. അവനെന്താ കയറിയോ? തൊമ്മച്ചനുണ്ട്, അവനും ഉണ്ട്. ചാറ്റാണിപ്പുണ്ട്. എല്ലാവരും കയറി കഴിഞ്ഞാൽ ഉടനെ മലനിരകളിൽ കൂടിയുള്ളൊരു യാത്രയാണ്. അപ്പോൾ അതേ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മളെ മോസ്വെൽ പാർക്ക് വന്നേക്കാണ്. അപ്പം മമ്മിക്ക് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ വലഞ്ഞിലെ പിടിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ മമ്മിക്ക് ഒരു ആഗ്രഹം, ഇത് ഏതായാലും കറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ലിയങ്കത്തൊക്കെ കടന്ന് നമ്മുടെ മോസ്വെൽ പാർക്ക്, നമ്മുടെ സ്ഥിരം ഒരു സാവളമാണിത്. ഇന്നലത്തെ ഇവിടെ കൂടെ കണ്ട് നമ്മുടെ മീൻ പിടിക്കുന്നതൊക്കെ ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ മമ്മിക്കൊരു ചെറിയ ആഗ്രഹം ഈ മോസ്വെൽ പാർക്ക് ഒന്ന് കാണിക്കണം. അപ്പം ഇങ്ങനെ കൊണ്ടുവന്നാണ് മമ്മി മുപ്പതിൻ്റെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നത്. നമുക്കതിൽ അങ്ങോട്ട് പോകാം. നമ്മുടെ ഇത് വെള്ളം കണ്ടിട്ട് എങ്ങനെ ഉണ്ടായി? നമുക്കൊരു ചെറിയ അബദ്ധം പറ്റി. എന്താണ്? ചൂണ്ടയോ? ചൂണ്ടയോടെ കൊണ്ടുവന്നെ അരമണിക്കൂർ ഇട്ട് നോക്കാം. വിജയോടെ എല്ലാവരുടെയും പറഞ്ഞെങ്കിൽ എല്ലാവരുടെയും ഉണ്ടായതല്ല, ഈ പെണ്ണുങ്ങളെ കൊണ്ട് വന്നാൽ നടക്കുകയല്ല. ഇതിലെ വരുന്നുള്ള അറിയത്തില്ലായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോരാ. മമ്മി പറഞ്ഞില്ല മോസ്വെൽ പാർക്ക് കാണിക്കാൻ, അതുകൊണ്ടല്ല നമ്മളിത് വന്നത്. മമ്മി എങ്ങനെ നമ്മുടെ വലഞ്ഞിലെ പിടിക്കുന്ന സാധനം മമ്മി കഴിച്ചില്ലെന്ന് പറഞ്ഞാലും മമ്മി ആദ്യമായിട്ട് വരുവാ ഇവിടെ അല്ലേ? നീ വന്നിട്ടുണ്ടല്ലേ? ഞാൻ ഒരു പ്രാവശ്യം. ഓക്കെ, നല്ല സ്ഥലമാണ്. നല്ല ഈ ഇപ്പൊ ഇവിടെ ഇല കൊഴിയുന്ന കാലമാണ്. ഇനി ഇത് കണ്ടില്ല എന്ന് പറയരുതേ. കല്യാണ മണ്ഡപവും എല്ലാ സംഭവങ്ങളും ഉണ്ട്. കഴിഞ്ഞ നമ്മൾ ലോറിയോടെ പോയപ്പോഴേ നമ്മൾ കഴിച്ചില്ലേ, ആ
ചെറിയ ഇത് പറിച്ചത്. അതെ, അതിന്റെ പേരാണ് ജാപ്പനീസ് സീഡ്ലെസ് ഓറഞ്ച് ആണ് സംഭവം. അതാ ഞാനിവിടെ നിർത്തിയത്. അതായത് നമ്മൾ ഏതായാലും ചുമ്മാ ഒരു പപ്പായമ്മയും കൊണ്ട് വെളിയേക്കട വണ്ടിരുന്ന ഒരു യാത്രയാണ്. അപ്പം നമ്മൾ മോസ്വൽ പാറൊക്കെ കണ്ട് മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നമ്മുടെ മിർബി നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ഗാർഡൻ നേഴ്സറി ഉണ്ട്. അപ്പം ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് ലോറിയുടെ വീട്ടിൽ പോയപ്പോൾ പപ്പായ്ക്ക് ഇത് അവരുടെ വീട്ടിൽ നിന്ന് പറിച്ചു തന്നു. കുഞ്ഞു ചെടിയാണ്, പക്ഷെ നല്ല അടിപൊളി സംഭവം, നല്ല മധുരം ഉള്ള സീഡ്ലെസ് ആയിട്ടുള്ള ഓറഞ്ചാണ്. അപ്പോൾ അത് ഈ ഇവിടുത്തെ ഒരു ഗാർഡൻ ഷോപ്പുണ്ട്, അവിടെ കയറി നോക്കാം, അവിടെ സാധനം കിട്ടുമെന്ന് ഞാൻ നമ്മുടെ അടുത്തൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് പോകാൻ പോകാം. രണ്ടെണ്ണം വേണം, ഇതിനല്ലെങ്കിൽ രണ്ടെണ്ണം വേണം. നിനക്ക് വേറെ വല്ലതും വേണോ? പേരത്തയുണ്ടോ? ആ, വലിയൊരു നേഴ്സറിയാണിത്. കുറേ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്, അല്ല വേറെ സംഭവങ്ങൾ നമുക്ക് മേടിച്ച് രണ്ടെണ്ണം മേടിച്ചു. ഇപ്പോഴത്തെ സെലക്ട് ചെയ്ത് രണ്ടെണ്ണം കേട്ടോ. ബെറിയോ? അപ്പോൾ അതെ, നമ്മൾ പറഞ്ഞ സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വെറൈറ്റി കിട്ടിയില്ല പാപ്പ, പറഞ്ഞ വെറൈറ്റി. പക്ഷേ അതുപോലെ തന്നെ വേറെ സാധനം, നല്ല സാധനമാണ് ഇത്. നമ്മുടെ അവിടെ ഈ ഇല്ലായിരുന്ന സാധനം, ഇത് ഇമ്പീരിയർ എന്ന് പറഞ്ഞ സാധനമാണ്. മറ്റേ നമ്മുടെ നാട്ടിലെ ഒരു വെറൈറ്റി. അപ്പോൾ രണ്ടെണ്ണം മേടിച്ചു, കാരണം അത് ഇതിനൊക്കെ നല്ല പെട്ടെന്ന് ഇത് ഉണ്ടാകാനൊക്കെ രണ്ടെണ്ണം നല്ലതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇത് കുഴിച്ച് വെച്ചിട്ടുണ്ട്. പപ്പായുടെ നേതൃത്വത്തിൽ ഒന്ന് കുഴിച്ച് വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ട്രഫാൽഗർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അതുവഴി കയറി ഇങ്ങനെ കറങ്ങി അടിച്ച് വരാൻ പാ. ഏതായാലും ഒരു ഡ്രൈവാണ്, അപ്പോൾ അതൊരു മനോഹരമാക്കിയ കലാപ. ആയിക്കോട്ടെ, വാ എന്നാ പോയേക്കാം, വാ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മല നിരകളിൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ച് നമ്മളിത് ട്രഫാൽഗർ എന്ന് പറഞ്ഞ സിറ്റിയിലോട്ട് അടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. മെൽബോണിൽ ഏകദേശം 80 കിലോമീറ്റർ അകലോളം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ട്രഫാൽഗർ. ഏകദേശം 2016 സെൻസസ് അനുസരിച്ച് 4,500 ഇടയ്ക്ക് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. നല്ലൊരു സിറ്റിയാണ്. മോയി, ടെറാൽഗൻ, പിന്നെ മോർവല്, ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ കിടക്കുന്ന ഒരു സിറ്റിയാണ് ഈ ട്രഫാൽഗർ. ഇതിൻ്റെ പേരുകളെല്ലാം വായിൽ ഉടക്കുന്ന പേരുകളെല്ലാം. അപ്പോൾ വീട്ടില്ലേ, അവിടെ ആ വീട്ടിലൊക്കെ ഇരിക്കാൻ ചായ കുടിക്കാൻ നല്ല അല്ലേ? ഒരു കണക്കിന് പറയാതെ താമസിക്കണം, ഇങ്ങനെയുള്ള വീടുകളിൽ ഇങ്ങനെയുള്ള പ്ലേസിൽ താമസിക്കണം, ഒരു ഭംഗി ആസ്വദിക്കാതെ. ഇനിയിപ്പോൾ നമ്മൾ ഇതുവഴി ഇറങ്ങി താഴെ സിറ്റി ചെന്ന് അതുവഴി ഇങ്ങനെ ടെറാൽഗനൊക്കെ കയറി ഇങ്ങനെ മോർവലിൽ കൂടി നമ്മുടെ വീട്ടിൽ ചെല്ലും. ഏകദേശം ഒരു 1-2 മണിക്കൂർ ഡ്രൈവ്. ഇവര് ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ അവരെ കൊണ്ടൊന്ന് വന്നതാണ്. നല്ല സൂപ്പർ ഡ്രൈവ് ആട്ടോ. അപ്പോൾ അവിടെ ട്രഫാൽഗർ എങ്ങനെ, ട്രഫാൽഗർ ഇവിടം വരെ വന്നിട്ട് ട്രഫാൽഗർ എങ്ങനെയുണ്ട് താഴോട്ട് ലുക്കൗട്ട് പോയിന്റ് നോക്കിയിട്ട് ഇതിന്റെ ഭംഗിയെ പറ്റി എന്തോ പറയേണ്ടതെന്ന് പോലും അറിയാൻ മേല. അത്ര സൗന്ദര്യപ്രദമായ സ്ഥലമാണ്. നല്ല ലുക്കായിരുന്നു, നല്ല ലുക്കാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ താഴെയൊക്കെ? സിറ്റി വഴി അങ്ങോട്ട് ഓടിച്ച് പോകുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ഇത്രയും പൊക്കത്തിൽ ഇതാ കയറിയിരിക്കുന്നുണ്ട്. നല്ല പൊക്കം. അപ്പോൾ ഈ വീട് മേടിക്കാൻ താല്പര്യമുണ്ട്. ആ ഇരിക്കുന്ന വീട് നല്ല കൊടുക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, നല്ല താറാവിനെ വളർത്താനുള്ള കുളമൊക്കെ മമ്മി പറഞ്ഞോളാം, കണ്ടില്ലേ? അവിടെ താറാവ് അവരുടെ അല്ലെങ്കിലും അവിടെ നല്ല മറ്റേ ചെറിയ ഇത് അതിന് പറയുന്നത് തന്നെ ചെറിയ നമ്മുടെ ഈ പറക്കുന്ന താറാവുണ്ടല്ലോ, കാട്ടു താറാവ്. അത് അവിടെ ഇരിപ്പുണ്ട്. എരണ്ട. എരണ്ട അത് അവരുടെ താറാവൊന്നും അല്ല, അതാണ് എരണ്ട. ആ ഇരിക്കുന്ന സാധനങ്ങളാണ് എരണ്ട എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ഇപ്പം പിടിക്കാൻ പറ്റില്ല, അതിന് ഓരോ സമയമുണ്ട്. ആ സമയത്ത് ഇതിനെ പിടിക്കാം. അതിന് ഗവൺമെൻറ് ഓരോ ടൈമുകൾ അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് പിടിക്കാൻ പറ്റില്ല, അത് ലൈസൻസുള്ള തോക്കുകാർക്കൊക്കെ പിടിക്കാം. ചെറിയ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങി വരണം. പക്ഷേ രസമാണ്. ചില ബൈക്കുകാരൊക്കെ താഴ്ന്നിട്ടുണ്ട്, അവരെല്ലാം ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രഫാൽഗർ എന്നല്ല പേരല്ലേ? ട്രഫാൽഗർ. ഈ പറഞ്ഞൊക്കെ നാക്കുളുക്കും ഈ പേരൊക്കെ പറയുമ്പോൾ അല്ലേ? മമ്മിക്ക് കുഴപ്പമില്ലെന്ന് തോന്നല്ലേ? അപ്പൊ നമ്മള് മോയ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നേക്കാണ്. ഇതൊക്കെ ഒരു അബോറിജിനൽസ് നെയിമാണ്. മോയ്, വാൽഹല, ഇതൊക്കെ അവരുടെ പേരാണ്. ഇവിടെ ഒരു തൊമ്മച്ചൻ, നമ്മുടെ തൊമ്മച്ചൻ കൂടെ ഉണ്ട്. അപ്പൊ തൊമ്മച്ചന് വിശക്കുന്നു. മാക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ബർഗർ വേണമെന്ന് പറഞ്ഞു. ചുമ്മാ ഇറങ്ങി ഏകദേശം ഇവിടെ ഉച്ച 12 മണി. അപ്പൊ ഒരു ബർഗറൊക്കെ മേടിച്ചേ നമുക്ക് ഇവിടെ കഴിച്ചിട്ടൊക്കെ പോവാം അല്ലേ? ആയിക്കോട്ടെ. എന്നാൽ നമുക്ക് ഇവിടെ വന്ന് കഴിച്ചെന്ന്. അതെ അല്ലേ? അതെ, നമ്മളത് ഈ കാണുന്ന മാക്ഡൊണാൾഡ്സിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്.
പുതിയൊരു ഔട്ട്ലെറ്റാണ്. നേരത്തെ ഉണ്ടായിരുന്നാണ്, എനിക്ക് ഇച്ചിരി പുതുക്കിയൊക്കെ പണിതെന്ന് തോന്നുന്നു. ഇന്നാൾ നമ്മൾ വന്നപ്പോൾ ഇത്രയും പുതുക്കിയിട്ടില്ല അല്ലേ റീസെന്റ് ആയിട്ട്. നമ്മളെ ഡോഗ് ഷോയ്ക്കല്ലേ പറഞ്ഞത്? ആ അത് തന്നെ. We got 5 mac chicken please. 5 mac chicken. 2 and 5 with chicken. Yeah, 5 chicken and 2 large French fries please. Okay. Anything else for today? No, thank you. Was the order correct on the screen? Yeah, that's correct. Yeah. Yeah. To the next day, thanks. 39.40. Thank you. Thank you. Chickens and the 2 large fries. Yeah, please. Comes at 39.40. Yeah, thank you. Today. Would you like your receipt? No, it's alright. Thank you. It's all good. Yep. Thank you. അപ്പോൾ നമ്മൾ മാക്ഡൊണാൾഡ്സിൽ നിന്ന് നമ്മുടെ മാക്കൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മളിത് അതിനകത്തിരുന്ന് കഴിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ കൊറോണയൊക്കെ ചെറിയ തോതിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പപ്പായമ്മ റിസ്ക് ആയതുകൊണ്ട് നമ്മളങ്ങോട്ട് ഇറങ്ങിയില്ല. നമ്മൾ ഡ്രൈവ് ത്രൂ കയറി വന്ന് മേടിച്ചു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഓൾഡ് ജിപ്സ് ടൗൺ എന്ന് പറഞ്ഞ് ചെറിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അത് പഴയ കോൾ മൈനിങ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ കുറേ ഉപകരണങ്ങൾ അവരുടെ ചെറിയ വീഡിയോ ഒക്കെ ഉണ്ട് അതിനകത്ത്. ഞാനൊരു പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡോഗ് ഷോ ഒക്കെ ഇടയ്ക്ക് ഇവിടെ അവർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പഴയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കാർ പാർക്ക് ചെയ്തിട്ട് നമ്മളിത് ഭക്ഷണം കഴിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ടെൽസ്ട്രയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്ന ചാർജ് പോയിൻ്റൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടെറാൾഗൻ. ആ അപ്പോൾ ഇത് ഓടിക്കാൻ പോകണോ? ഒന്ന് നോക്കാം. നാട്ടിലെ ലൈസൻസ് ഉണ്ട്, അതിൻ്റെ ആവശ്യമുള്ള 6 മാസത്തേക്ക് നോക്കുന്നോ? എന്നാലും ഒന്ന് മറക്കാതിരിക്കാനായിട്ട് നോക്കാം അല്ലേ? ഏതായാലും നമ്മുടെ അവിടെ ചെല്ലട്ടെ, നമ്മുടെ അങ്ങോട്ട് മെയിൻ റോഡിൽ വെച്ച് വേട്ടെ. ഏതായാലും മമ്മി പപ്പായ മമ്മി അടുത്ത് വണ്ടി ഓടിക്കാനുള്ള തയ്യാറെടുപ്പിലാന്ന് തോന്നുന്നു. 2 പേരും ഇരിപ്പുണ്ട്. അപ്പം ബർഗറാണോ നല്ലത് അതോ നമ്മുടെ നാടൻ കഞ്ഞി സാമ്പാറാണോ നല്ലത്? സമ്മന്തിയാണോ നല്ലത്? നല്ലത് കഞ്ഞി ചമ്മന്തിയാ. ഇങ്ങനൊക്കെ വരുമ്പോ ഒരു രസമല്ലേ? മമ്മിക്ക് ഇഷ്ടമാണ് അല്ലേ? ചിപ്സ് ഇഷ്ടം അല്ലേ? ചിപ്സ് ഇഷ്ടം. നല്ല സാധനം. ഞാനും കുഴപ്പമില്ല. തോമച്ച നിനക്ക് ഇഷ്ടമാണോ ബർഗറെ? അവന് ബർഗറിന്റെ ഒരു വലിയ ആളാണ്. നിനക്ക് ഇഷ്ടമാണോ? കുഴപ്പമില്ല. ഇങ്ങനെ പുള്ളി ബർഗറിന്റെ ഒരാളാണ്. ഇവിടുത്തെ പിള്ളേരെല്ലാം ബർഗറിന്റെ ആൾക്കാരാണ്. ഇതൊരു യുണൈറ്റഡിന് പോകുമ്പോൾ നമ്മൾ ടെറാൾഗിനടുത്തു. ഇവിടെ ഈ യുണൈറ്റഡിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൈസ കുറവാണ്. ഇവർ വന്നപ്പം ചുമ്മാ നമ്മൾ അടിച്ചെന്നുള്ളതേ ഉള്ളൂ. പൈസയോ ഡോളറോ? ഡോളർ. പൈസ ഞാൻ പറഞ്ഞ ഡോളർ. ഞങ്ങളിപ്പം ടെറാൾഗൻ വഴിയൊക്കെ വന്ന് ഇവിടെ ഒരു മൈനിങ്ങിൻ്റെ സ്ഥലത്ത് വന്നേക്കാണ്. അത് പപ്പായ അമ്മയൊക്കെ ഒരു മൈനിങ്ങിൻ്റെ സംഭവം കൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ടെറാൾഗൻ വഴി കയറിയത്. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഈ സംഭവം ക്ലോസ്, അതായത് ലുക്കൗട്ട് പോയിന്റ് ക്ലോസ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൈൻ ഫീൽഡ് മുഴുവൻ കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലാപ്ട്രോ വാലി മൈനിങ്ങിൻ്റെ ഒരു ഏരിയയിലാണ്. കുറേ മൈനിങ് ഉണ്ട്, സ്ഥലമുള്ള സ്ഥലമാണ്. ഏകദേശം വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ 80% പവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുന്നാണ്. അതായത് ഹീറ്റ് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ആക്കുകയാണ് ഇവിടുത്തെ സംഭവം നല്ലതാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഇപ്പോൾ AGL എന്ന് പറഞ്ഞ കമ്പനിയാണ് അതിപ്പം എത്ര വർഷത്തേക്കാണ് ലീസിനെടുത്ത് ഈ സംഭവം ചെയ്യുന്നത്. നല്ല മൈനിങ്ങിൻ്റെ നമുക്ക് താഴെ മൈൻ പാടങ്ങളൊക്കെ കാണാം. പക്ഷേ അവിടെ ലുക്കൗട്ട് പോയിന്റ് ആകുമ്പോൾ നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇത് അടച്ചുപോയി. അതായത് ഇവരെ ഇവിടെ നിന്നൊക്കെ നമുക്കത് കാണിക്കാം, അത്രേ ഉള്ളൂ സംഭവം. ഉള്ള ഓണം പോലെ. അതെ, ഇതിൻ്റെ പേര് ലോയിയോങ് എന്നാണ്. അതിൻ്റെ പേര് കറക്റ്റ് ആണെന്ന് എനിക്ക് എന്നാ ലോയി ഇയാങ് എന്നാണ് ഈ മൈനിൻ്റെ പേര്. ഏതായാലും ജസ്റ്റ് ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു കറക്കമൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ വന്നു. മമ്മി പപ്പ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ കറക്കം? അടിപൊളിയല്ലായിരുന്നു. ഞങ്ങൾ നമ്മുടെ ഓറഞ്ച് ട്രീ ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ സമയം ഇച്ചിരി വൈകി. ഞങ്ങൾ വന്നപ്പം കുറേ കറങ്ങി ഇച്ചിരി സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇച്ചിരി വൈകി. അപ്പം നമ്മൾ നാളെ രാവിലെ അല്ലെങ്കിൽ അടുത്ത ദിവസം നല്ല ദിവസം നോക്കി കുഴിച്ച് വെക്കും നമ്മുടെ ഓറഞ്ച് ട്രീ. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ അല്ലേ അപ്പാ? ശനിയാഴ്ച. അതെ. പപ്പായ അമ്മയും കൊണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഓസ്ട്രേലിയ ഉൾഗ്രാമങ്ങളിൽ കറങ്ങി നമ്മുടെ ഓറഞ്ച് ചെടിയൊക്കെ മേടിച്ചു. നമ്മൾ തിരിച്ച് ഇങ്ങ് വന്നു. രാവിലെ ഉപ്പുമാവ് കഴിച്ചുകൊണ്ട് ഇപ്പം ഇച്ചിരി പൂരി മസാല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൂരി നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ജിഷ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നല്ലേ. നല്ല മസാലയും നല്ല പൂരി കിഴങ്ങറി നല്ല സൂപ്പർ സാധനമാണ്. ഇതിപ്പം വല്ലപ്പോഴേക്കുള്ളൂ. നമ്മൾ വൈകിട്ട് കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നത്. കാരണം അത് വയറിന് സുഖമുണ്ട്. ഇതാകുമ്പോൾ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ് സംഭവം.
നമ്മൾ അടിപൊളിയാണ്. അപ്പോൾ പപ്പ അമ്മി നമ്മുടെ ദിജോയുടെ വീട്ടോട്ട് അപ്പുറത്തോട്ട് പോയി. നാളെ രാവിലെ പപ്പ വരും. പപ്പ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് ചെടി മേടിച്ചുകൊണ്ട് വന്ന് മാറ്റിൻ ആ ചെടി കുഴിച്ച് വെക്കും. കുഴിച്ച് വെച്ചിട്ടേ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടന്ന് ഉറങ്ങാൻ പോകാം. അപ്പം നമ്മളിതേ അത് പോയി നമ്മളെ ഗ്രാമത്തിൽ കൂടെ ഒക്കെ പോയി ഇത് ഓറഞ്ച് തൈ മേടിച്ചു. അത് കുഴിച്ച് വെക്കാൻ നോക്കിയിട്ട് സത്യമായി ഇപ്പോൾ 2 ആഴ്ചയോളം അല്ലേ പപ്പ? പിന്നെ 2 ആഴ്ച കൂടുതലായി തോന്നുന്നു. 2 ആഴ്ച കൂടുതലായി. ഒരെണ്ണം കൂടെ ഉണ്ട് പപ്പയുടെ കയ്യിലിരിക്കുന്ന സാധനം. ഇത് ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ മേടിച്ചെന്നുള്ളേ ഉള്ളൂ. ഇതിനു വേണ്ടി തന്നെ പോകാനുള്ളൊരു യാത്രയല്ലായിരുന്നു. കണ്ടപ്പം നമ്മൾ അവിടെ ആ സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ സത്യമായി 2 ആഴ്ചയായി ഇത് കുഴിച്ച് വെക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര മഴയല്ലേ അപ്പം 1-2 ആഴ്ചയായിട്ട് ഭയങ്കര മഴ. മഴ തന്നെയല്ല, കർക്കിടക മാസമല്ലേ. അതെ, ഒരു പലവർഷം കുഴിച്ചു വെക്കുമ്പോ ഇതിനൊക്കെ രാഹുകാലം നോക്കണം. ഇതിനൊക്കെ ഉണ്ട്, ചെറിയ ചിട്ടയൊക്കെ ഉണ്ട് അതിന്. അതെ, അതുകൊണ്ടുകൂടെ കൂടിയാ ശേഖരം നീട്ടിക്കൊണ്ട് പോയത്. പിന്നെ കൂടെ മഴയുണ്ടായിരുന്നു. അതെ, നമ്മുടെ നാട്ടിലെ ഈ ഇടവപ്പാതി പോണൊക്കെ തന്നെ ഇവിടെ ഇപ്പം ഈ ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസമൊക്കെ നല്ല മഴയുള്ള സമയം. അപ്പോൾ നമുക്ക് വെളിയിറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും ജനുവനാണ് മഴയും. പിന്നെ ആ സമയത്ത് നമുക്ക് നല്ല വെതറുള്ളപ്പോൾ നമുക്ക് ഡ്യൂട്ടി ആയിരിക്കും. അതുകൊണ്ടാണ് താമസിച്ചത്. അപ്പോൾ 2 ആഴ്ചയിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ അപ്പോൾ? അതെ അതെ. അതായത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ സെക്കൻഡ് വേവ് കൊറോണ വൈറസിൻ്റെ സംഭവം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓസ്ട്രേലിയയിൽ നിന്നെല്ലാം പറയാൻ പറ്റില്ല. വിക്ടോറിയ സ്റ്റേറ്റിൽ, ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിൽ മെൽബൺ സിറ്റി ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെല്ലാം ലോക്ക്ഡൗൺ ആണ്. സ്റ്റേജ് 4 ആണ്. വലിയ കേസസ് ഒന്നുമില്ല, എങ്കിലും ഡെയിലി 10-200 ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവർ ഈ റീജിയണൽ ഓസ്ട്രേലിയ, ഞങ്ങൾ താമസിക്കുന്ന ഉൾനാടുകളാണ്, ഈ റീജിയണൽ ഓസ്ട്രേലിയയിൽ ഈ സ്റ്റേജ് 3 റെസ്ട്രിക്ഷൻസ് ആക്കിയേക്കാണ്. ഞങ്ങൾ പോയ സമയത്ത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് വേണ്ടി പറയുന്നത് അപ്പം മാസ്കോ സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ടായിരുന്നു. നമുക്ക് ട്രാവൽ ചെയ്യാം വിതിൻ ഓസ്ട്രേലിയയിൽ കൂടെ, വിതിൻ വിക്ടോറിയ സ്റ്റേറ്റിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് യാത്ര പോയത്. ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യത്തിന് മാത്രമേ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് വെളിയിറങ്ങാണെങ്കിൽ മാസ്ക് വെച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടങ്ങളിലൊന്നും ഒരു കേസസും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ സംഭവിച്ചല്ലോ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഏതായാലും നമുക്ക് കുഴിച്ച് വെച്ചാലോ? നോക്കാം നമുക്ക് ഏതായാലും. അതെ അതെ, എന്നാൽ കുഴി വെച്ചേക്കാം. ഇപ്പം മഴയൊക്കെ ഇപ്പോൾ ഇത് കുതിർന്ന് കിടക്കാൻ കുഴിക്കാനും വലിയ എളുപ്പമൊന്നുമില്ല. ചെറിയ 2 കുഴി കുത്തി. ഇവിടെ വലിയ ഫലവൃക്ഷങ്ങളൊന്നുമില്ല. ഒരു പേരത്തൈ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. ജിജോയാണ് വലിയ കൃഷിക്കാരനപ്പുറത്ത്. നമ്മളങ്ങനെ വലിയ കൃഷിക്കാരനല്ല. അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് പപ്പ കൊറോണ സമയത്ത് എന്ത് ചെയ്തു എന്നുള്ള കാര്യം. അപ്പം നമുക്ക് ഏതായാലും അവിടെ പോയി സാധനം കുഴിച്ച് വെക്കാം. നല്ല സ്ഥലത്ത് അല്ലേ? ഇവിടെ ഇങ്ങോട്ട് ഇവിടെ വെക്കാം അല്ലേ? അവിടെ അവിടെ പപ്പാ നമ്മൾ കുഴിയൊക്കെ എടുത്ത് ഇനി നൈസുമായിട്ട് കുഴിച്ച് വെച്ചോ. ചെറിയ ശാസ്ത്രമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാന്ന് ചോദിച്ചാലേ, നമ്മള് റബ്ബറിന്റെ കൊലത്തൈ ഒക്കെ ആണെങ്കിൽ നമ്മൾ ബണ്ട് തൈ വെക്കുന്നതും, ചേന കുഴിച്ച് വെക്കുക, കാച്ചിൽ കുഴിച്ച് വെക്കുക, ചേമ്പ് കുഴിച്ച് വെക്കുക നാട്ടില്. അപ്പൊ ഇതിന്റെ ഈ പട്ട് കണ്ണ് ഈ വടക്കോട്ട് തിരിച്ചു വെക്കണം. എന്ന് വെച്ചാൽ വടക്കോട്ട് വെച്ചാൽ ഈ സൂര്യപ്രകാശം ചൂട് ഈ കണ്ണിൽ അടിക്കാതിരിക്കാനായിട്ട്. മറ്റേ കിഴക്കും പടിഞ്ഞാറും ആണല്ലോ കൂടുതലും വരുന്നത്. അതിനാണ് ഈ വടക്കോട്ട് തിരിച്ചു വെക്കുന്നത്. അങ്ങനെയാണ് പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. എനിക്കറിയാമല്ലോ, പപ്പ പറഞ്ഞത് വലിയ ടിപ്പാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വെച്ചാലോ? നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഏതായാലും ഐശ്വര്യമായിട്ട് ഓക്കെ, അങ്ങോട്ട് വെക്കാം. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ കായ്ക്കണം. ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ കാണും. പിന്നെ കഴിച്ചിട്ട് അതിന്റെ വിവരം പറഞ്ഞാൽ മതി. അതൊക്കെ പറയാം. മണ്ണിന് നല്ല മയമുണ്ട്. ഇവിടുത്തെ മണ്ണിന് നല്ല പൊടിച്ച് നമ്മൾ ഇറക്കണം. ഇവിടുത്തെ ഈ വരെ ഇഷ്ടംപോലെ ഈ വളക്കൂറുള്ള ഈ മണ്ണിലാണ് ഈ വര കൂടുതൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സംഭവം കുഴിച്ചു വെച്ചല്ലോ. അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് അല്ലേ കായ്ക്കൊന്ന് പ്രതീക്ഷിക്കുന്നു. കായ്ക്കുന്നു. ഇവിടെ ഓറഞ്ച് ഈ ആപ്പിൾ നമുക്ക് കാണുന്നല്ലോ. ഓറഞ്ച്, ആപ്പിൾ, ഇത് കണക്കുള്ള നാരങ്ങയൊക്കെ ഭയങ്കര എപ്പോഴും നല്ല കായ്ഫലം തരുന്നതാണ്. അപ്പം അതിനുള്ള കാലാവസ്ഥ നല്ലതാണ്. അപ്പം അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയുകയാണ്. ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഒരു ട്രാവൽ വീഡിയോ എന്ന് പറയുന്നത് ഇനിയും റെസ്ട്രിക്ഷൻസ് കഴിഞ്ഞാൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.